ദൈവം ആർക്കാ ദർശനം കൊടുക്കുന്നറിയണ്ടേ? പറയാം. അത് 21 ദിവസം ഉപവാസം ഇരുന്നാലോ 7 ദിവസം ഇരുന്നാലോ 3 ദിവസം ഇരുന്നാലോ കിട്ടണമെന്നില്ല, കിട്ടിയെന്ന് വരാം. അങ്ങനെ നിർബന്ധമൊന്നും ദൈവത്തിനില്ല. ബൈബിള് പരിശോധിച്ചാലേ അസ്വസ്ഥചിത്തർക്ക് മാത്രമേ, ആത്മഭാരമുള്ളവർക്ക് മാത്രമേ, ഹൃദയവേദയുള്ളവർക്ക് മാത്രമേ അവൻ ദർശനം കൊടുക്കൂ. സ്തോത്രം. ദർശനം ഒരസ്വസ്ഥചിത്തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ദൈവിക ഇടപെടലാണ്. അങ്ങനെ ഇരിക്കെ യോഹന്നാൻ ഓർത്തു, ഞങ്ങളെ 12 പേർ ചേർന്ന് ആരംഭിച്ചൊരു ജീവിതമാണ്. അതിലൊരുത്തരൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾ 12 പേരിൽ ഞങ്ങൾക്കൊപ്പം പിൽക്കാലത്ത് വന്ന് പൗലോസ്, തിമോഥെയോസ്, തീത്തോസ്, മാർക്കോസ്, ബർണബാസ്, അപ്പല്ലോസ്, സൊസ്തനസ്, എത്ര ആളുകൾ. അവരിൽ പലരും ഏതൊക്കെയോ നാടുകളിൽ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എനിക്കൊപ്പം ഇറങ്ങിയ 12 പേരിൽ ആരും ജീവിച്ചിരിപ്പില്ല, ഞാൻ മാത്രം. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പൗലോസ് ഈർച്ചവാളിനാൽ കൊല്ലപ്പെട്ടു. ഞാനേ ഗതകാല സ്മരണയിലൂടെ പോകുമ്പോൾ, നാഥ, നിൻ്റെ ഓരം ചാരിയിരുന്ന പൂർവ്വകാലങ്ങളെ ഓർക്കുന്നു. തൻ്റെ വരണ്ട കയ്യിലേക്ക് യോഹന്നാൻ നോക്കിയിട്ട്, നോക്കണം, പുരികവും നരച്ച് കവിളുമൊട്ടി കണ്ണിൻ്റെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ട് കൈകാലുകൾ വരണ്ട അനുഭവത്തിൽ ആ വയോവൃദ്ധൻ തന്നെ നോക്കി. ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, താടിയും മുടിയുമൊക്കെ നീണ്ടു വളർന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആ കയ്യിലേക്ക് നോക്കിയിട്ട് പറയുക, ഈ കരം കൊണ്ടല്ലേ നാഥ ഞാൻ നിന്നെ തഴുകിയത്, ഈ കരം തൊട്ടല്ലേ ഞാൻ നിന്നെ ചുംബിച്ചത്. കുട്ടിയായിരിക്കുന്ന ഘട്ടത്തിൽ നീ മാറോടടുക്കി പിടിക്കുമ്പോൾ എൻ്റെ 2 കൈയും നിന്നെ ഇങ്ങനെ വലയം ചെയ്തില്ലേ, ഞാൻ നിൻ്റെ കുഞ്ഞിനെ പോലെ അരികിൽ അണഞ്ഞില്ലേ. ഭൂതകാലം യോഹന്നാൻ ഓർത്തു. നമുക്കും ഭൂതകാലം ഓർക്കാം. യഹോവേ, പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സ്തോത്രം സന്തോഷവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്തെൻ്റെ ഉള്ളമെന്നിൽ പകരുന്നു. നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങളെ തിരിഞ്ഞിരുന്നോർക്ക. ഭൂതകാലത്ത് രക്ഷിച്ച ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർക്ക. ഇല്ലായ്മയുടെ കാലങ്ങളിൽ പ്രചോദിപ്പിച്ചയച്ച ദൈവ സാന്നിധ്യത്തെ ഓർക്ക. കരുതുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ ഓർക്ക. സ്തോത്രം. എന്തുപറ്റി? ഈ കരങ്ങൾ വിറച്ചു തുടങ്ങി. ഈ കരങ്ങൾക്കിനി ത്രാണിയില്ല. ഞാൻ ചത്തുകൊണ്ടേയിരിക്കുക, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ പത്മോസിൽ വെച്ച് ഞാനും കണ്ണുകൾ അടയ്ക്കും. എൻ്റെ ആത്മാവ് പറന്ന് നിൻ്റെ സന്നിധിയിലെത്തും. ശരീരം വിട്ട് ഞാൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ പൗലോസ്ലീഹ പഠിപ്പിച്ചതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എൻ്റെ ആത്മാവ് നിന്നോട് വിലയം പ്രാപിക്കും. എൻ്റെ ഭൗതിക ശരീരം ഇവരെടുത്ത് കാക്കകൾക്ക് തിന്നാനിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ ജീർണിച്ചടുകി മണ്ണിൻ്റെ ഭാഗമാക്കും. ഭയമില്ല. ഇനി ഒരാഗ്രഹം മാത്രം, നിൻ്റെ സന്നിധി അണയണം. ആ തിരുമുഖമൊന്ന് കാണണം. നാളുകൾക്കപ്പുറത്തെ ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ ക്രിസ്തുവേശു പോയതുപോലെ മടങ്ങി വരും എന്ന വചനം കാത്ത് കഴിയല്ലേ ഞങ്ങൾ? ഞാൻ മാത്രം ശേഷിക്കുന്നു. അങ്ങ് വിളിച്ച് അങ്ങ് തിരഞ്ഞെടുത്ത 12 പേരിൽ എന്നെ മാത്രം എന്തേ? അങ്ങനെ ചിന്തിച്ചിരിക്കേ ചിലപ്പോഴൊക്കെ നമ്മുടെ മൗനം വലിയ ഉത്തരങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എൻ്റെ ധ്യാനത്തിങ്കൽ തീവത്തി. മൗനമായി ധ്യാനിച്ചിരിക്കുമ്പോഴും അകത്ത് തീ കത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ആ തീ കത്തുന്ന വേളയിൽ ഹല്ലേലൂയ എന്താ സംഭവിച്ചതെന്നറിയണ്ടേ? കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇങ്ങനെ നിരവധി തെളിവുകൾ ബൈബിളിലുണ്ട്. പണ്ട് യെരൂശലേം ദേവാലയത്തിൽ ധൂപം കാട്ടി വന്നൊരു മഹാപുരോഹിതനുണ്ടായിരുന്നു. സോളമൻ പണി കഴിപ്പിച്ച മഹാദേവാലയം പിൽക്കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ തച്ചുടയ്ക്കും വരെ അതിനുള്ളിൽ
ദീപാലങ്കൃതമായ മനോഹാരിതയ്ക്കുള്ളിൽ ധൂപം കാട്ടി വന്ന യെസക്കിയേൽ എന്ന പുരോഹിതൻ, അദ്ദേഹവും പ്രവാസികൾക്കൊപ്പം അടിമയായി പിടിക്കപ്പെട്ടു. ദേവാലയം പൊളിച്ചു. അടിമയായി ചെന്ന് കിടക്കുമ്പോൾ അദ്ദേഹം പറയാ, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കേവാർ നദിയുടെ തീരത്ത് പ്രവാസികൾക്കൊപ്പം ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യെരുസലേമിൻ്റെ മനോഹാരിതയിൽ കാണാത്തതേ പ്രവാസത്തിൻ്റെ തുരുത്തിൽ നിനക്കവൻ കരുതി വച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൽ കിട്ടാത്ത മനോഹരമായ അനുഭവങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. പൊട്ടക്കിണത്തിൽ നമുക്ക് വേണ്ടിയുള്ള ദർശനങ്ങൾ എവിടേക്കോ അവൻ കരുതി സൂക്ഷിച്ച് സംഭരിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ദൈവപുരുഷൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട മാത്രയിൽ വചനം പറയാ, എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 7 പൊൻനിലവിളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ കണ്ടു. അവൻ്റെ തലയും തലമുടിയും പഞ്ഞിപോലെ ഹിമത്തോളം വെളുത്തതായിരുന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നിജാലയ്ക്ക് സമം. അവൻ്റെ കാലുകൾ ചൂളയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളൂട്ടിന് സദൃശ്യം. അവൻ്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. അവനെ കണ്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ മുമ്പാകെ വീണു. അവൻ എന്നോട്, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഉലകത്തിലൊരുവനെ അങ്ങനെയുള്ളൂ. കോടാനുകോടി മനുഷ്യർ മരിച്ചിട്ടുണ്ട്, യേശുവും മരിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചിട്ടെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ ഒരേ ഒരുവൻ. എന്താ കാരണമെന്നറിയണ്ടേ? അതാണ് നമ്മുടെ പ്രധാന വിഷയം. സഹോദരേ, മനുഷ്യൻ ഇന്നോളമുള്ള മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അവൻ ഏറ്റവും ഭയപ്പെട്ട പ്രതിഭാസം മരണം. മനുഷ്യൻ ഏറ്റവും ഭയപ്പെട്ട യാഥാർത്ഥ്യം മരണം. അതേക്കുറിച്ച് പഠിക്കാൻ മനുഷ്യൻ അധികവും ചിലവഴിച്ചത് സമയം. അതേക്കുറിച്ച് അന്വേഷിക്കാനാ തത്വചിന്തകന്മാർ ഒരുമ്പെട്ടത്. അതേക്കുറിച്ചുള്ള ഗവേഷണമാ ശാസ്ത്രം. മരണം ഇല്ലാതാക്കാനുള്ള പോംവഴിയാ വൈദ്യശാസ്ത്രം തിരയുന്നത്. മരണം ഇല്ലാതാക്കാനുള്ള വഴികളാ സാങ്കേതിക വിദ്യ അന്വേഷിക്കുന്നത്. മരണം ഇല്ലാതാക്കി നിത്യമായ കാലഘട്ടം മനുഷ്യനെങ്ങനെ യൗവനം നിലനിർത്തിപ്പോകാം, ഇതേക്കുറിച്ചുള്ള സങ്കല്പങ്ങളാ പുരാണങ്ങളിൽ കാണുന്നത്. പക്ഷേ എങ്ങുമെങ്ങുമെങ്ങും മരണത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു പ്രതിപാദ്യം, വിശദീകരണമില്ല. ആപേക്ഷികമായൊരു ഉത്തരം പറയാം. എന്താണ് മരണം? ജീവനില്ലാത്ത അവസ്ഥ. എന്താണ് ജീവൻ? മരണമില്ലാത്ത അവസ്ഥ. ഇതേ പറയാൻ പറ്റൂ. അതിനപ്പുറത്ത് മരണം സംഭവിക്കാൻ കാരണമെന്താ? എന്താണ് ഈ മരണം? അതുകൊണ്ടാണ് നിങ്ങൾ പ്രായമായൊരു നിങ്ങളുടെ പിതാവോ മാതാവോ വീട്ടിൽ കിടന്ന് മരിച്ചു. ആ മരണകാരണം ബോധ്യപ്പെടുത്തി പഞ്ചായത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഡെത്ത് ഇല്ല വാസ്തവത്തിൽ, നിയമപരമായിട്ട്. എന്താ കാര്യം? ഏതോ ഒരു രോഗം അപ്പച്ചന് വന്നു, ഉദാഹരണം ചോദിക്കും, ഒരു ഞെട്ടലോ ഒരു പനിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് പറ. അങ്ങനെ മരിച്ചു എന്ന് എഴുതണം. കാരണം എന്താ? മരണത്തിനൊരു കാരണം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു കാരണം ആവശ്യമാണ്. ആ കാരണം രോഗമായി പ്രതിഫലിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, വചനം മാത്രമേ ഇതിൻ്റെ കൃത്യകാരണം പറയുന്നുള്ളൂ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് പ്രവേശിച്ചു. വേറെ ആരും ഇത് പറയുന്നില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? ഏതനിലെ മനുഷ്യനെ മരണമില്ലാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. സംശയമുണ്ടോ? മരണമില്ലാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ച. മരണം മനുഷ്യൻ തിരഞ്ഞെടുത്തതാണെന്ന്, മനുഷ്യൻ ചൂസ് ചെയ്തതാണ്, തിരഞ്ഞെടുത്താണ്. മാത്രമല്ല മരണം ലംഘനത്താൽ സംഭവിച്ചതാ, ഏകൻ്റെ ലംഘനത്താൽ. എന്താ ഈ പാപം? പാപം എന്ന വാക്കിൻ്റെ ഒറ്റ അർത്ഥം എടുത്താൽ മതി, നിയമലംഘനം. അതാണ് പാപം. നിയമം ലംഘിക്കുന്നതിനാണ് പാപം എന്ന് പറയുന്നത്. നിയമമില്ലെങ്കിൽ പാപമില്ല.
അങ്ങനെയാ. നിയമമാണ് പാപത്തിന് കാരണം, നിയമമാണ് പ്രധാനം. അപ്പം നിയമം എന്തിനാ? എന്താ പിന്നെ നിയമം വേണ്ടെന്ന് വെച്ചാൽ പോരെ? നിയമം എന്തിനാ? സൊസൈറ്റി കൃത്യമായി ഫങ്ഷൻ ചെയ്യാൻ ഒരു നിയമം ആവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. എപ്പോൾ ഉണരണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം ഇത്യാദി കാര്യങ്ങളിലെല്ലാം നിങ്ങൾ മാത്രമുള്ളിടത്തും നിയമം വേണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരാളും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പം നിയമമുണ്ട്, ഒരാളുണ്ട്. രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കുക, നിയമത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. നിങ്ങൾക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം, നിയമത്തിൻ്റെ വ്യാപ്തി വീണ്ടും കൂടും. അപ്പോൾ സമൂഹത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് നിയമത്തിൻ്റെ വ്യാപ്തി അതും വിസ്തൃതമാകും. എന്തിനാ നിയമം? കാര്യങ്ങൾ ഭംഗിയായിട്ടോടാൻ, ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റിയാണ് നിയമം. നിങ്ങളിങ്ങോട്ട് നോക്കുന്നേ, ഒക്കെ സ്വാഭാവികമായിട്ട് നടന്നോളൂ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്. അപ്പോൾ നിയമം ലംഘിക്കുന്നത് എന്താ? പാപം. പാപം ചെറുതും വലുതും ഉണ്ടോ? ഉറപ്പായി പറഞ്ഞോളം വലുതും ചെറുതും ഉണ്ടെന്ന്. പാപം വലുതും ചെറുതും ഉണ്ട്. എന്താ കാര്യം? മരണത്തിനല്ലാത്ത പാപമുണ്ട്, മരണകരമായ പാപമുണ്ട്. പക്ഷെ മരണത്തിനല്ലാത്ത പാപം എന്താണെന്ന് ബൈബിളിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്താണെന്നറിയണ്ടേ? നമ്മളെപ്പോലുള്ള വിദ്വാൻമാർ വരുമെന്നറിയാം. നമ്മൾ അത് മാത്രം ചെയ്യാതിനിട്ട് ബാക്കിയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മളെ അറിയിക്കാൻ. മരണത്തിനല്ലാത്ത പാപം. അപ്പം കുറ്റത്തിൻ്റെ ഗുരുലകത്വം അനുസരിച്ച ശിക്ഷയുടെ ഗൗരവം. ദൈവം ഏതനിലായിരുന്ന ആദ്യ മനുഷ്യനോട് പറഞ്ഞു, അരുത്. അരുത് എന്ന് ദൈവം പറഞ്ഞാൽ അർത്ഥം അരുതെന്നേ ഉള്ളൂ. എന്തിനെന്നൊരു ചോദ്യം ഇല്ല. ചില ചോദിക്കാറുണ്ട്, അതെന്തിനാ ദൈവം അതവിടെ വച്ചേ? അത് മനസ്സുണ്ടായിട്ട് തന്നെയാണ്. അതിനപ്പുറത്തൊന്നും ഉത്തരവൊന്നുമില്ല. ദൈവത്തിന് മനസ്സുണ്ടായിരുന്നു, നീ പോയി തിരക്കാലൊന്നും ഉത്തരം കിട്ടത്തില്ലടാ. പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ഉലകത്തിൻ്റെ ഉടയവൻ അരുതെന്ന് പറഞ്ഞാൽ അരുതെന്നർത്ഥം. മാത്രമല്ലെന്നേ, ഇത് ആദമിന് കൊടുക്കാൻ തന്നെ വെച്ചിരുന്ന സാധനമാണ്. പക്ഷെ ഇപ്പോഴല്ല. തെളിവാണോ? എന്താ തെളിവ്? മനുഷ്യൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാൻ സംഗതി വരും. നമുക്ക് തരാനാ വെച്ചെന്ന് തെളിവേണ്ടേ? വെളിപ്പാട് ദിവസം പറയുക, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. അവിടെ നിഷേധിച്ചത് നമുക്ക് അവിടെ കിട്ടും വെളിപ്പാടിൽ. അപ്പോൾ നമുക്ക് തരാനാ, പക്ഷേ സമയമായില്ലെന്ന്. അതാ കാര്യം. സ്തോത്രം. ഒരു കൊച്ചു കുഞ്ഞ് 2 മാസം 1 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞിൻ്റെ അരികിൽ നമ്മളെല്ലാം തിന്നു നോക്കി. അതിനും അത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളാ കഴിക്കുന്ന മട്ടൻ്റെ ഒരു പീസ് 1 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വായി വെച്ചാൽ അത് പ്രശ്നമാണ്. ഏടം, നിനക്ക് പക്വത വരണം, എന്നിട്ട് നിനക്കിത് തരാം. അത് തെറ്റിച്ചപ്പോൾ ആ തെറ്റ് ഉടയവൻ പറഞ്ഞ വാക്കിനെ ലംഘിച്ചുകൊണ്ട് പിശാചായവൻ വന്ന് പറഞ്ഞെന്താ? ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ അർത്ഥം ദൈവം വാസ്തവമല്ലാതെയും പറയുന്ന ആളാണെന്ന് സ്ഥാപിച്ചു. 2, അത് നീ തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. സാത്താൻ്റെ ഒരു ബുദ്ധിയുണ്ടോ? സാത്താൻ അത് കഴിച്ചിട്ട് പറയുക, അത് നീ തിന്നാൽ അവനെപ്പോലാകുന്നവൻ പറഞ്ഞോ? പറഞ്ഞില്ല. അവനറിയാം അവൻ കൊള്ളത്തില്ലെന്ന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ആകർഷിക്കുകയെന്ന് മനസ്സിലായി. അത്രയും ബോധം അവനുണ്ടായിരുന്നു. അവൻ മഹാ കൊള്ളരുതാത്തവനാണെന്ന് മനസ്സിലായിട്ട് പറയുക, അത് തിന്നാൽ നീ അവനെപ്പോലാകുമെന്നല്ല, നീ ദൈവത്തെ പോലാകും. കണ്ടില്ലേ? വഞ്ചിച്ചു. മനുഷ്യൻ പാപിയായി. പാപിയായ മനുഷ്യനെ പാപാവസ്ഥയിൽ തളച്ചിടാൻ പിശാച് പിന്നെ ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം എന്നറിയണ്ടേ? ദൈവം പറയുക, ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി അവൻ ഈ രൂപത്തിൽ പറിച്ചു തിന്നേക്കും ജീവിക്കും. അതുകൊണ്ട് തൽക്കാലം ഒരു വഴി, ഈ ഏദനെ എടുത്ത് മാറ്റി ആദമിനെ പടിക്ക് പുറത്താക്കി ഹവയോടുകൂടെ പുറത്തുപോയി. ഇവിടെ ഒരു വസ്തുത പഠിക്കണം. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു. നിങ്ങൾ എവിടുന്ന് ആദമിൻ്റെ 1 വയസ്സ് കണക്കിലെടുക്കുന്നത്? 2 വയസ്സായ ആദമിനെ എവിടെ കാണാം? 5 വയസ്സായ ആദമിനെ കാണാമോ? നമ്മൾ കാണുന്ന കാലത്തെ ആദമിന് പ്രായം കൂട്ടിയാൽ 25-30 വയസ്സിന് ഇടയ്ക്കുണ്ട് പ്രായമുണ്ട്. പിന്നെ എവിടുന്ന് കൂട്ടും 930 സംവത്സരം? പറയാം.
ഏദനിലായിരുന്ന ആദമിന് പ്രായമില്ല. എന്താ പ്രായമില്ലെന്ന് പറയാൻ കാരണം? പറയാം. കാലം നമ്മളെ ബാധിക്കുന്നതിൻ്റെ പേരാണ് പ്രായം. 10 കൊല്ലം മുമ്പ് കണ്ട ആൾ അതുപോലെ ഇരുന്നെന്ന് കൂട്ടിക്കോ, അവർക്ക് പ്രായമില്ല. ഇപ്പം നമ്മൾ 10 കൊല്ലം മുമ്പ് കണ്ടിട്ട് അതുപോലെ ഇരിക്കാൻ കാരണം ഡൈ ചെയ്തുകൊണ്ട് വരുന്നുണ്ടാ, അല്ല പ്രായമില്ലാഞ്ഞിട്ടല്ല. മനസ്സിലായില്ലേ? മേക്കപ്പൊക്കെ അടിച്ചു വരുന്നതുകൊണ്ടാ ഏകദേശം വ്യത്യാസമില്ലെന്ന് തോന്നുന്നേ. പ്രായം എന്താ? കാലം നമ്മളെ ആക്രമിക്കും. അപ്പോഴാ ചൊല്ലി പറയുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. എന്തോ ഒരു അത്യാവശ്യം ഇവിടെ, ഇയാളുടെ ചെറുപ്പത്തിൽ പോയി ഇയാളെ കണ്ടിട്ട്, അല്ലാതെ വേറൊരു രക്ഷയില്ല. കാലം ആക്രമിക്കും. അപ്പോഴേ കാലം എന്തിനാക്രമിക്കുന്നേ? ആ ഉന്മേഷവും പ്രസരിപ്പും നഷ്ടപ്പെട്ട് ഒടുവിൽ നമ്മൾ മണ്ണോട് ചേരണം. മരിക്കാനാണ് കാലം നമ്മളെ. അതിനാ നമ്മൾ പറയുന്നത് കാലകരണപ്പെട്ടു എന്നൊക്കെ ചിലപ്പോൾ പറയില്ലേ. കാലം നമ്മെ വിഴുങ്ങിത്തീർത്തു, അതാണ് മരണം. ഞാൻ തിരുമേനിമാർക്കൊക്കെ അത് കറക്റ്റാണ് പറയുന്നത്, കാലം ചെയ്തു. അപ്പോൾ കാലം കൊണ്ടുപോയി. അപ്പോഴേ ടൈം അഫക്റ്റ് ചെയ്യാത്തൊരു ബോഡിയായിരുന്നു ആദമിന്. അവൻ മരിച്ചു. ഇത് പറയുമ്പോഴും ആദമിനോട് ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ നാൾ എന്നതിന് ഉപയോഗിച്ചൊരു എബ്രായ പദമുണ്ട്, യോം എന്നാണ്. യോം അത് പരിശോധിച്ചാൽ പിടികിട്ടും. തിന്നുന്ന ആ ദിവസം മരിക്കുമെന്നല്ല. ദൈവത്തിൻ്റെ ഒരു യോം, ഒരു നാൾ കണ്ട ഒരൊറ്റ മനുഷ്യനും ലോകത്തില്ല. ദൈവത്തിൻ്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും ഇന്നലെ കഴിഞ്ഞു പോയ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. അത് കണ്ടവരാരും ഇല്ല, ഒറ്റ മനുഷ്യനില്ല. 1000 സംവത്സരം പോലും കാണാതെ 930 സംവത്സരം കൊണ്ട് ആദം മരിച്ചു. പക്ഷെ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആദമിന് വലിയ ഭയം വന്നില്ല. ആദം കണ്ടിട്ടുണ്ടേ ആടുമാടുകൾ ചാകുന്നത്, ഇഴജാതികൾ ചാകുന്നത്, പറവകൾ ചാകുന്നതൊക്കെ കണ്ടിട്ടും വലിയ ദുഃഖമോ ആകാംക്ഷയോ തോന്നിയില്ല, വലിയ ഭയവും വന്നില്ല. പക്ഷേ ആദം അമ്പരന്ന് പോയൊരു ദിവസമുണ്ട്. തൻ്റെ ഒരു മകൻ ഹാബേൽ മറ്റൊരു മകൻ്റെ കരങ്ങളാൽ വയലിൽ പിടഞ്ഞു വീണ് കിടക്കവേ, കയ്യിൽ കരുതിയ കല്ലുകൊണ്ടോ കത്തിക്കൊണ്ടോ എന്തായിരിക്കണം അന്നത്തെ ആയുധം നമുക്കറിഞ്ഞുകൂടാ. മുനയുള്ള കല്ലുകൊണ്ടാകാം, മറ്റൊരായുധം കൊണ്ടാകാം, പ്രാകൃതങ്ങളായ അക്കാലഘട്ടത്തിൽ എന്തെങ്കിലും കൊണ്ടാകാം. കണ്ടം മുറിച്ചു രക്തം ചിന്തി ഈ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് പിടയുമ്പോൾ എന്തെന്നറിയാതെ കയ്യിനിലൂടെ വാർത്ത അപ്പനറിഞ്ഞു. അപ്പനും അമ്മയും വരുമ്പോൾ രക്തം മുറ്റി കണ്ണുകൾ തുറിച്ച് നിശ്ചലമായി കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞേ കുഞ്ഞേ എന്ന് വിളിക്കുന്നുണ്ട്. ചോര പുരണ്ട ഉടലിൽ മണ്ണുടലിലേക്ക് പതിഞ്ഞു കിടക്കവേ തട്ടി വിളിക്കുന്നുണ്ട്. അനക്കമില്ല, തിരിച്ചു വരുന്ന ലക്ഷണമില്ല. ഹവ്വ അലറിക്കരഞ്ഞ് കണ്ണീരൊഴുക്കി അവിടെ വീഴുമ്പോൾ ആദം നിർവികാരനായി അപ്പുറത്ത് നിന്നിട്ട് തിരിച്ചറിഞ്ഞു, ഇതാണ് പാപത്തിൻ്റെ ശക്തി, ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ കാഠിന്യം. അരുത് എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു കൂട്ടിയ തിന്മയുടെ കാഠിന്യം രണ്ടാളുകളും ഒരുമിച്ച് പങ്കിട്ടിട്ട് പറഞ്ഞു, ഇതാണ് മരണം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് മരണം. അതിനാ വചനം പറയുന്നത് ഒടുക്കത്തെ ശത്രു. അതുകൊണ്ട് മരണമെല്ലായ്പ്പോഴും വേദനാജനകം. ആരുടെയും മരണം വേദനാജനകമാണ്. വേദനാജനകമായ ആ മരണം മനുഷ്യൻ കണ്ടു. അതുകൊണ്ട് മനുഷ്യൻ മരണത്തെ ഭയപ്പെട്ടു. പിന്നെ ചെയ്യാൻ തുടങ്ങിയത് മരണാനന്തര ജീവിതത്തെപ്പറ്റി സങ്കല്പിച്ചു. ആ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈജിപ്തുകാരുടേതായിരുന്നു. മരിച്ചുപോയ മനുഷ്യനോട്
പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു ഈജിപ്തുകാർ. മരിച്ചവൻ്റെ ശവശരീരത്തെ പൂജിച്ചു വെക്കുന്ന മമ്മീഫൈ ചെയ്ത ബോഡികളെ പറ്റി കേട്ടിട്ടുണ്ട്. 5000 വർഷം പഴക്കമുള്ള ശവകുടീരങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ക്രിസ്തുവിനും 2500 വർഷം മുമ്പ് പഴക്കമുള്ള ശവശരീരങ്ങൾ ഇന്നും ഈജിപ്തിലെ ഫറവോനിക്ക് വില്ലേജിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മനുഷ്യൻ ഇവയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, അവയ്ക്ക് അമർത്യത കിട്ടാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടും മരണത്തിൻ്റെ പൊരുൾ മനസ്സിലാവുന്നില്ല. യോബിൻ്റെ പുസ്തകത്തിൽ അത് ചോദിക്കുക, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. നമ്മളതിനെ മുറിച്ച് കളഞ്ഞാലേ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടിയാൽ മതി, അത് തളിരിടും. എന്നിട്ട് ഭക്തൻ ചോദിക്കുക ഒരു ചോദ്യം, പക്ഷേ മനുഷ്യനോ അല്ലെങ്കിൽ പുരുഷനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ ഉലകത്തിൽ ആർക്കെങ്കിലും? ആരാ ഇതിന് ഉത്തരം പറഞ്ഞത്? ഏത് ശാസ്ത്രം പറഞ്ഞു? ഏത് ചിന്തകൻ പറഞ്ഞു? ദാ ബോട്ടണിയുടെ സ്വാഭാവികമായ ആ ശാസ്ത്ര വിസ്മയത്തിലേക്ക് കണ്ണു നട്ടിട്ട് സത്യശാസ്ത്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യോബ് തൻ്റെ സംശയം പങ്കുവെക്കുകയാ. ഒരു വൃക്ഷമായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അത് അറുത്ത് മുറിച്ച് കളയട്ടെ, അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടിയാൽ അത് തളിർവിടും. പക്ഷേ പുരുഷനോ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെ? എന്ത് സംഭവിക്കുന്നു? ഇവിടെയാണ് മർത്യശരീരത്തെ കൃത്യം വിശുദ്ധ ബൈബിൾ വ്യാഖ്യാനിച്ചത്. ഞാൻ നിരീശ്വരന്മാരുടെ ഒരു സംവാദത്തിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുമ്പോൾ അവർ ചോദിച്ചു, മനുഷ്യൻ ദൈവം മണ്ണ് കുഴച്ചുണ്ടാക്കിയതാണ് എന്ന കിതാബൊക്കെ കളഞ്ഞിട്ട് ശാസ്ത്രത്തിലേക്ക് വരണം, ശാസ്ത്രബോധത്തിലേക്ക് വരണം. ഞാൻ സാധാരണ പറയുന്നൊരു ഉത്തരം ആവർത്തിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാനൊന്നും നിരീശ്വരന്മാർ വളർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. എന്താ കാര്യം എന്ന് പറയട്ടെ, ഇന്നോളം ലോകം കണ്ടെത്തിയ മഹാപ്രതിഭാശാലികളായ ശാസ്ത്രകാരന്മാരെയൊക്കെ ഉലകത്തിന് സംഭാവന ചെയ്തത് വിശുദ്ധ ബൈബിളാണ്. ഞാൻ നിരന്നു നിന്ന് കുറേ ആൾക്കാരുടെ പേരങ്ങ് പറയാം. മൈക്കൽ ഫാരഡേ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈദ്യുത ദീപങ്ങളില്ലേ, വൈദ്യുത പിതാവെന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡേ ഒരു ബൈബിൾ വിശ്വാസിയായിരുന്നു. മാഡം ക്യൂറി എടുക്കുക, പിയറി ക്യൂറി എടുക്കുക, ഇനി ഐസക് ന്യൂട്ടനെ എടുക്കുക, നിങ്ങൾക്ക് എത്ര മഹാരഥന്മാരുടെ പേര് വേണം, ഗ്രിഗർ മെൻഡലെ എടുക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നോളം ശാസ്ത്ര ഗവേഷണ രംഗത്ത് നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയ ആളുകളുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 70% ആളുകൾ ബൈബിളിൻ്റെ പുതിയ നിയമമോ പഴയ നിയമമോ ദൈവവചനമായി അംഗീകരിച്ച മനുഷ്യരായിരുന്നു. നിരീശ്വരന്മാരുടെ പെർസെൻറ്റ് കേൾക്കണോ? 10%, 9-10%. അത് ശാസ്ത്രത്തിനല്ലെന്ന്. പിന്നെന്താ? ഈ നാടകവും നോവലും ഒക്കെ എഴുതിയ സാഹിത്യത്തിനുമൊക്കെയാണ്. അപ്പോൾ ഈ 10% കഷ്ടിച്ചില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന കക്ഷികൾ വന്നാൽ നമ്മളോട് പറയുന്നത് ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. ആക്കം വരുമ്പം ഞങ്ങൾ പറയാം. എന്താ കാര്യം എന്നറിയണ്ടേ? നിങ്ങൾ പറയുന്നതല്ലെന്നേ ബൈബിളിലുണ്ടോ യഹോവയായ ദൈവം നിലത്ത് മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാമോ? അങ്ങനല്ല ബൈബിൾ പറയുന്നത്. പിന്നെ എങ്ങനെ? ബൈബിൾ വായിക്കാത്തവൻ്റെ ലക്ഷണമാണ്. ബൈബിളിൽ നിന്ന് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ബൈബിളിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ ദൈവദാസന്മാർ തെറ്റിദ്ധരിച്ച് പറയുന്നൊരു വചനമുണ്ട്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അങ്ങനൊരു വാക്യം ബൈബിളിലില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് കാണിച്ചു തരണം. കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനാണ് ഇപ്പോൾ ചെയ്യണ്ടേ. ഞാൻ എന്നെ സ്വീകരിക്കാൻ ഒരു പാസ്റ്റർ വഴി നിന്നു. ആദ്യം ഞങ്ങൾ കർത്തൃമേശ നടത്തിയിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. കാരണം എന്താ? കൂടി വന്നുപോയി. അങ്ങനെ വാക്യമില്ല. ഈ വാക്യം തെറ്റിദ്ധരിച്ച നമ്മുടെ കൂടെ ഉള്ളൊരു വിദ്വാൻ പിന്മാറ്റത്തിൽ പോയി. ആ പോകുന്നതിന് മുമ്പ് ഒരു ലക്ഷണം കാണിച്ചു. നിങ്ങൾക്കറിയാവുന്ന കക്ഷിയാണ്. ഞങ്ങൾക്ക് കുറേ, എനിക്കും എലിയാസിനും ഒക്കെ, എലിയാസിന് ഒരു കക്ഷി ഞങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ, സിബി തങ്കച്ചനെ അറിയത്തുള്ളൂ, കൂട്ടെ പണ്ടേ അറിയാവുന്നതാണ്. അപ്പോൾ അവനെപ്പറ്റി ഒരു ചോദ്യം വന്നു എൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ. ആ കക്ഷിയെപ്പറ്റി ഞാൻ പേര് പറയുമ്പോൾ അറിയാം, പേര് പറയാതെ പറയുമ്പോൾ അറിയാം. പേര് പറയാനുള്ള ബുദ്ധിമുട്ടല്ല, പിന്മാറിപ്പോൻ്റെ കാര്യം എന്താ പറയാനാ. അപ്പോൾ എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഈ കർത്തൃമേശവുമായി ബന്ധപ്പെട്ട്
അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനാണ്. അപ്പം അങ്ങനെ കൂടി വന്ന എല്ലാവർക്കും കൊടുത്തു. വഴിയെ പോയ മനുഷ്യർക്കൂടെ ഇതെല്ലാം കൊടുത്തു. അപ്പോൾ എന്നോടിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഈ അപ്പവീഞ്ഞുകൾ സ്നാനപ്പെടാത്തവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കൊക്കെ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതിനോട് യോജിപ്പുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, അതിനകത്തൊരു പ്രമാണപരമായി തെറ്റൊന്നും പറയാൻ പറ്റില്ല, ബൈബിൾ അതിനെതിരൊന്നും അല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? എടാ അവൻ്റെ കാശ് കൊടുത്ത് റൊട്ടിയും വീഞ്ഞും മേടിച്ച് മനുഷ്യന് കൊടുക്കുന്നതിന് വേണ്ടെന്ന് പറയാൻ ഞാനാര്? അത് തിന്നാൻ ആളും ഉണ്ടെങ്കിൽ അവൻ ആർക്കെങ്കിലും കൊടുക്കട്ടെ, അത് തെറ്റാന്നെങ്ങനെ നമ്മൾ പറയുന്നത് അല്ലേ? അവനപ്പോ വീഞ്ഞോ കള്ളോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കട്ടെ, അത് തെറ്റെന്ന് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. അവൻ സുഖത്തിൻ്റെ കെട്ടും പൊട്ടിച്ചല്ലേ നടപ്പുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞെന്തിനാ? സത്യത്തിൽ ഈ സുഗതൻ എന്നൊരു കഥാപാത്രമൊന്നുമില്ല. അവൻ ആരെ കൂലിക്ക് കൊണ്ടോട്ട് ഇരുത്തിയ. ഞാൻ ചോദിച്ചാൽ നിനക്ക് ഇങ്ങനെ മുമ്പ് മുഖത്തിലെടുത്ത് നിനക്ക് ധൈര്യം ഉണ്ടേ സുഗതനെ കാണിച്ച? ഇങ്ങനെ ഫ്രണ്ടി വന്നിരിക്കുക തിരുവല്ലയിൽ. സുഗതൻ എന്നൊരു സങ്കല്പ കഥാപാത്രമാണ്. ഒറിജിനൽ സുഗതനുണ്ട്. ഇപ്പോൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. ആശാൻ വേണ്ടിയില്ല. പറഞ്ഞെന്തിനാ? വചനം തെറ്റിച്ച് വായിച്ചിട്ടാണ് പറഞ്ഞത്. എന്തെന്നാ? കൂടി വരുമ്പോഴൊക്കെ അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. ബൈബിളിലില്ല. ആ മലയിലും അല്ല, അങ്ങനെയും ബൈബിളിലില്ല. ആ മലയിലും അല്ല, ഈ മലയിലും അല്ല, ബൈബിളിലില്ല. വിശുദ്ധ ബൈബിൾ അങ്ങനെ ഇല്ലെന്നുണ്ടേ കാണിച്ചു തരണം. അത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചിലർക്ക് അത്ഭുതം അല്ലേ? ഈയിടയ്ക്ക് ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പാട്ട് പാടുന്ന ചങ്ങാതി പറയുക, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഞാൻ പറഞ്ഞു ബൈബിളിലുണ്ടോ? അങ്ങനെ ഇല്ല. ഒരു പാട്ടിൽ ആരാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പാട്ടുണ്ടാവുന്നൊന്നും കണക്കിലെടുക്കണ്ട. ഈയിടയ്ക്കൊരുത്തിന് എഴുതിയില്ലേ, എന്താ ഇപ്പോൾ ചെയ്യുക, നീ എന്തെങ്കിലും അങ്ങ് ചെയ്. മനുഷ്യനെ മെനക്കെടുത്താതെ നീ എന്തെങ്കിലും അങ്ങ് ചെയ്, പോകട്ടെ. ഇപ്പം എന്ന് പറഞ്ഞ പോലെ രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്ന് വിശുദ്ധ ലിഖിതത്തിൽ ഇല്ലെന്നേ. ഉപദേശി ഉമ്മാർ ഇത് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരു മെസ്സേജ് ഇട്ടാട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്ന്. അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? രാജകോലാഹലം ഉണ്ട്, അയാൾക്ക് തിരിയാനും അറിയാനും പറ്റുമോ? അർത്ഥവാദി മനസ്സിലാക്കണം. ഒരു വചനം എടുത്തിട്ടല്ലേ? സ്തോത്രം. ഇതുപോലൊരു വചനമാണ്. മണ്ണ് കുഴച്ച് മനുഷ്യനുണ്ടാക്കിയെന്നല്ലെന്നേ. ശ്രദ്ധിക്കുക. സൃഷ്ടിച്ചു എന്ന് പറയാൻ ബൈബിളിൽ 3 പദങ്ങളാവും. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ മാത്രം സൃഷ്ടിച്ചു 3 പദം. ഒന്നാമത്തെ പദം ബാറ എന്നാണ്. ബാറ, ടു ക്രിയേറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയണ്ടേ? ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുക. ഒന്നും അടിസ്ഥാനപരമായിട്ടില്ല, ഒരു മൂലവസ്തുവില്ലാതെ, ഒരു പ്രൈമാ കോസ് ഇല്ലാതെ, ഒരു ആരംഭ വസ്തു ഒന്നുമില്ലാതെ സൃഷ്ടിക്കുക. ശാസ്ത്രം തലകുത്തി നിന്നാൽ ഉണ്ടാവില്ല. ഏത് ബിഗ് ബാങ് തിയറി പറഞ്ഞാലും ഒരു കണം വേണം. ആ കണം വികാസം പ്രാപിക്കണമെങ്കിൽ ഊർജ്ജ ലഭ്യത ഉണ്ടാവണം. ആ ഊർജത്തിന് പരിവർത്തനം വരണമെങ്കിൽ ചലനാത്മകത ഉണ്ടാകണം. സ്ഥിതികോർജം ഗതികോർജമൊക്കെ ആയി മാറണ്ടേ? ഉലകത്തിൽ ഇന്നോളമുള്ള ഊർജത്തിൻ്റെ അളവ് സെയിം. അതാ തെർമോഡൈനാമിക്സ് പറയുന്ന തത്വം തന്നെയാണ്. ഉലകത്തിൽ ഇന്നോളമുള്ള ഊർജത്തിൻ്റെ അളവ് സെയിം. അതാ ന്യൂട്ടൻ്റെ തിയറി. അത് എന്തെന്നാ? ഊർജം ഉണ്ടാക്കാനും നശിപ്പിക്കാനും സാധിക്കില്ല. ഐൻസ്റ്റീൻ്റെയാണ് ഊർജ സംരക്ഷണ നിയമം. അതിന് പരിവർത്തനം വരണമെങ്കിൽ, അത് മാറണമെങ്കിൽ, അതിന് രൂപഭാവങ്ങളൊക്കെ മാറിയെങ്കിൽ മാത്രമേ ഒരു കാര്യം പ്രവർത്തനക്ഷമമാകൂ. ഉദാഹരണം, വെള്ളം കെട്ടിക്കിടക്കുന്നു ഡാമിൽ, അതിന് സ്ഥിതികോർജം എന്ന് പറയുക. അവൻ ഒഴുകി വന്ന് ഒരു യന്ത്രം കറക്കണം, അപ്പോൾ യാന്ത്രികോർജമാകും. അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രോണുകളില്ലേ, അതിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് വൈദ്യുതോർജമാകും. അതിവിടെ വന്ന് കൺവേർട്ട് ചെയ്ത് പ്രകാശോർജമാകും. അപ്പോൾ ഊർജത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നശിക്കുന്നുമില്ല, അത് ഉണ്ടാകുന്നുമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇനി ക്രമമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നൊരു ക്രമമുണ്ടാക്കിയെടുക്കണം. അതിന് മറ്റൊരു ക്രമത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. മനസ്സിലായോ? ഇല്ല. ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ അച്ചടക്കം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക എന്ന് കൂട്ടിക്കോ.
ഇതൊന്ന് ക്രമീകരിക്കണമെങ്കിൽ അച്ചടക്കബോധമുള്ളൊരു ക്രമം അതിനകത്ത് ഇടപെട്ടെങ്കിലേ ഓർഡറിലാകും. ഒന്നുകൂടി പറയാൻ ഒക്കുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ പൊട്ടിച്ച് അടിച്ച് പാർട്സായിട്ട് ഇവിടെ വച്ചു. അത് തന്നെ കൂടിച്ചേരത്തില്ല, ഒരിക്കലും തന്നെ കൂടിച്ചേരും. ഏത് കാറ്റടിച്ചാലും കൂടിച്ചേരത്തില്ല. അത് ക്രമം വരണമെങ്കിൽ മറ്റൊരു ക്രമത്തിൻ്റെ ഇടപെടൽ ഉണ്ടാക്കണം. മനസ്സിലായി പറഞ്ഞേ? ഹൈഡ്രജൻ്റെ 2 ആറ്റം, ഓക്സിജൻ്റെ 1 ആറ്റം കൂടിയാൽ വെള്ളം H2O. അത് രണ്ടിടത്തിരുന്നാൽ വെള്ളമാവില്ലെന്ന് അവനെ ആ ക്രമത്തിൽ യോജിപ്പിക്കാൻ മറ്റൊരു ക്രമം വേണം. ക്രമരാഹിത്യത്തിൽ നിന്ന് ഒരു ക്രമം ഉയർന്നു വരാൻ മറ്റൊരു ക്രമത്തിൻ്റെ ഇടപെടലുണ്ടാവണം. ആ ക്രമം ആരാ? അതാ ദൈവം. യഥോചിതം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പാടുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ ക്രമം കാണണോ? ആർത്തലക്കുന്ന മഹാസമുദ്രത്തിൻ്റെ ചുറ്റും പഞ്ചസാര തരികൾ പോലെ മണൽ വിരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരെ നിനക്ക് വരാം, ഇവിടെ നിൻ്റെ തിരമാലയുടെ ഗർവമടങ്ങും, നീ തോറ്റ് പിൻവാങ്ങി തിരിച്ചു പോകും. ഈ ഉത്തരവിട്ടിട്ട് കോടാനുകോടി വർഷം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മഹാശക്തിയുടെ പേരാ ദൈവം. അവിടുന്ന് ശൂന്യതയിൽ നിന്ന് സകലതും സൃഷ്ടിച്ചു എന്ന് പറയാൻ ഉപയോഗിച്ച പദമാണ് ബാറ. രണ്ടാമതൊരു പദമുണ്ട് ആസ. ആസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ബാറ തുടക്കത്തിലേ ഉള്ളൂ കേട്ടോ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അതാ ശരി പരിഭാഷ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെയാ ഹീബ്രുവിൽ കിടക്കുന്ന ബാറ, ദൈവം സൃഷ്ടിച്ചു. പിന്നെ കിടക്കുന്ന പദം അറിയോ? ഇങ്ങോട്ട് ഒന്നും ശൂന്യതയെ സൃഷ്ടിക്കണ്ട, ഇവിടെ ഞാൻ നിൽപ്പുണ്ട്. എൻ്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി. അടുത്തത് ആസ. ആസ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യം ദൈവത്തിനും പറ്റും. ദൈവത്തിന് പറ്റുമെന്ന് പറയണ്ടല്ലോ. അതായത് ഒരു വസ്തുവിനെ മറ്റൊന്നാക്കുക. ഉദാഹരണം, ഈ സ്റ്റീൽ പൈപ്പിനെ ഇങ്ങനൊരു പുൽപ്പിറ്റാക്കുക, ഒരു പോഡിയം ആക്കുക. ഒന്നിനെ മറ്റൊന്നാക്കുക. അതിനും കണക്കുണ്ട് കേട്ടോ. ഒന്നിനെ മറ്റൊന്നാക്കുക. ഒരു തടിയെ ഒരലമാരയാക്കുക, ഒരു ഇരുമ്പ് തണ്ടിനെ ഇതുപോലൊരു സ്റ്റാൻഡാക്കുക. അതിനുപയോഗിച്ച പദവ ആസ. ഇത് മനുഷ്യന് പറ്റും. അതാ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊക്കെ നമ്മൾ പറയുന്നത്. യഹോവ ദൈവത്തിനും പറ്റും. ഇനി മൂന്നാമതൊരു പദമുണ്ട്, ഒരാൾക്കും പറ്റില്ല. ഓൺലി ഓൾമൈറ്റി ഗ്യാൻ, ദൈവത്തിന് മാത്രം. എന്താണെന്നറിയണ്ടേ? പറയാം. അത് യത്സർ എന്നൊരു പദമാണ്. YTZR, യത്സർ. എന്താ യത്സർ എന്നറിയണ്ടേ? ഒരു വസ്തുവിനെ മൂലവസ്തുവുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊന്നാക്കുക. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിലൊരു കല്ല് തന്നിട്ട് പറയുക സ്വർണ്ണമാക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. ഒരു രക്ഷയില്ല. എന്ത് ചെയ്യും? യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. വെള്ളമൊഴിച്ച് കുഴച്ച് പൊടിയുണ്ടാക്കിയെന്നല്ല, ബിംബം ഉണ്ടാക്കിയെന്നല്ല. ഭൂമിയിലുള്ള 22 മൂലകങ്ങൾ, 94 മനുഷ്യ ദൈവനിർമ്മിതമായ മൂലകങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായ വേറെയുണ്ട്. ഇതിൽ 94 മൂലകങ്ങളിൽ 22 മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലുള്ളത് മണ്ണിലുമുണ്ട്. അവനെ ഇങ്ങെടുത്തു. മനുഷ്യരെ രൂപപ്പെടുത്തിയിട്ട് തീർന്നില്ല. നമ്മിലേക്ക് ഭൂമിയിൽ കാണാത്ത, ഭൂമിയിലെ മണ്ണിൽ നിന്നെടുക്കാത്ത മറ്റൊന്ന് വിന്യസിപ്പിച്ചു. ഓക്സിജൻ, ജീവശ്വാസം. ശ്വാസം മാത്രമല്ല എടുത്തതേ, മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നോ അവനിലേക്ക് തൻ്റെ ആത്മാവിനെ അകച്ചു. മൃഗത്തിന് കൊടുക്കാത്തതാണ് നമുക്കുള്ളത്, തൻ്റെ ആത്മാവിനെ. അങ്ങനെ അർത്ഥവത്തായ ഒന്നിനെ സൃഷ്ടിച്ചു. അതാ നമ്മൾ. ആ മനുഷ്യൻ പാവിയായപ്പോൾ മരണം അവനെ വേട്ടയാടി. ആ മരണത്തെ ഭയപ്പെട്ട് കഴിഞ്ഞ് മനുഷ്യരാശിയുടെ മുഴുവൻ ചോദ്യം ഒരാൾ ചോദിച്ചു, പുരുഷനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? അങ്ങനെ സകല ഭൂവാസികളുടെയും വഴി ശവക്കുഴിയായിരുന്നെങ്കിൽ, അതുകൊണ്ട് ജീവിതം അവസാനിച്ചെങ്കിൽ, ഇതാ
കാൽവരിയുടെ കൊലമരത്തിൽ ഒരുവൻ മനുഷ്യരാശിയുടെ മുഴുവൻ പ്രതിനിധിയായി ഏറ്റുപറഞ്ഞ് കരയുക, എന്നെ കൈവിട്ടതെന്ത്? പിതാവേ, സകല ഭൂവാസികളും പോകേണ്ട വഴിയിലേക്ക് അങ്ങയുടെ വാഗ്ദത്ത പുത്രരെ ഏകജാതനെ കൈവിട്ടതെന്ത്? അവൻ അലറിക്കരഞ്ഞു. ദൈവമാണെങ്കിൽ ക്രിസ്തു കരയുമോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് അറിയുക പ്രിയപ്പെട്ടവരെ, ആ കരച്ചിൽ പോലും 1000 ആണ്ടുകൾക്ക് മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാവീദ് എഴുതി വച്ചിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ കൈവിടപ്പെട്ടവൻ മരണത്തെ ചെറുതു തോൽപ്പിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്തു. മരണത്തിൻ്റെ വിഷമുള്ളായ പാപം എടുത്തു കളഞ്ഞപ്പോൾ പണ്ട് പറഞ്ഞൊരു വാക്യം അന്വർത്ഥമായി. തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായി. ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഓർത്തുകൊള്ളണം, പാപത്തിൻ്റെ വിഷമുള്ളില്ലാത്ത സ്വാഭാവികമായൊരു മരണം ഭക്തന് വച്ചിട്ടുണ്ട്. അതിൽ പാപത്തിൻ്റെ ശക്തിയില്ല, പാപത്തിൻ്റെ വിഷമുള്ളില്ല. എന്താ പാപത്തിൻ്റെ വിഷമുള്ളതറിയണ്ടേ? പാപത്തിൻ്റെ ശക്തി നിയമം അഥവാ ന്യായപ്രമാണം. അത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഈ ന്യായപ്രമാണം നമുക്ക് ബാധകമാണോ? കല്ലെറിഞ്ഞുള്ള കൊലയൊക്കെ നമുക്ക് ബാധകമാണോ? ആണോ? സോളോം പാസ് എന്ത് പറയുന്നു? മിണ്ടാതിരിക്കുക, ഈ പുകിലെല്ലാം ഒപ്പിച്ചിട്ടു. നമുക്കല്ല ഇത് ബാധകമാണ്. കാരണം എന്താ? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, കല്ലെറിഞ്ഞ് കൊല്ലണം. കയ്യിലിരിപ്പ് വെച്ചാൽ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. പക്ഷേ കല്ലെറിയാൻ ആരാച്ചാർ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നമ്മൾ ഓടുന്നൊന്നുമില്ല, ഇവിടെ തന്നെ നിൽക്കും. എന്താ നിൽക്കാൻ കാരണം? നിൽക്കാൻ കാരണം അറിയോ? പറയാം. ഈ കടം കൊടുത്തു തീർന്നവന് ജപ്തിക്ക് ആൾ വന്ന് കണ്ടാൽ പേടി വരത്തില്ല. അവൻ ചെണ്ടയൊക്കെ അടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് പറയും, എടാ ഗൂഗിൾ പേ വഴി ഞാനെല്ലാം തീർത്ത്, നിന്നോട് ആരും വേണം ചെണ്ട കൊട്ടാൻ? ഞാൻ വക്കീലുമൊക്കെ ആയിട്ട് ഇടപെട്ടേ കാര്യങ്ങൾ സംസാരിച്ച് പരിപാടിയെല്ലാം തീർത്തിട്ടേ എനിക്ക് വേണ്ടി ഒരുത്തൻ പേ ചെയ്തെന്നു. പേ ചെയ്തവൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് എടുത്തിട്ടപ്പോൾ നീ നിന്ന് ചെണ്ട കൊട്ടുകയാണോ? ഇതാ പിശാചിന്ന് ഇങ്ങനെ വന്ന് ചെണ്ട കൊട്ടുമ്പോൾ പറയണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തോൽപ്പിക്കാൻ ഭാഗത്തിന്, ജപ്തി ചെയ്യാൻ ഭാഗത്തിന് മരണത്തിൻ്റെ ആ അധികാരിയായവൻ വന്നിട്ട് വിളിക്കുക, വാ നിന്നെ തൂക്കിലേറ്റാൻ പോവാ. അപ്പോൾ പറയണം, കുറ്റവാളി അല്ലഞ്ഞിട്ടല്ല, 304 ലംഘിക്കാഞ്ഞിട്ടല്ല, ദേ പാപം ചെയ്തിട്ടുണ്ട്, തൂക്കിലേറ്റപ്പെടേണ്ടതാ. പക്ഷേ എനിക്ക് വേണ്ടി ഒരു നിഷ്കളങ്ക രക്തം ധാരധാരയായി ഒഴുക്കി എൻ്റെ പെനാൽറ്റി മുഴുവൻ അടച്ചു തീർത്ത രസിറ്റും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന് ഇനി ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭക്തനെന്ന് മരിച്ചാലും ഓർത്തുകൊള്ളണം, വിഷമുള്ളെടുത്തു കളഞ്ഞിട്ട് സ്വതന്ത്രനായി പാപത്തിൻ്റെ ശക്തിയില്ലാത്തൊരു ശരീരത്തോടുകൂടെ, പാപത്തിന് വാഴാൻ കഴിയാത്ത ഒരു പരിശുദ്ധമായ അവസ്ഥയിൽ നമ്മുടെ ഭൗതിക ശരീരത്തെ മണ്ണിലേൽപ്പിച്ചു കൊടുത്തിട്ട് ആ മണ്ണിൽ നിന്ന് ഭക്തൻ ഒരു നാൾ ഉയർത്തി നിൽക്കുമെന്ന പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ഇന്ന് മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ഒരു പോയിന്റ് കൂടി, അതിന് പ്രകൃതിയിൽ നിന്നൊരു ഉദാഹരണം എടുത്തു. അപ്പം മുമ്പേ പറഞ്ഞ കാര്യമാണ്, ക്രമമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ക്രമമുണ്ടാകണമെങ്കിൽ മറ്റൊരു ക്രമം വന്നതിൽ ഇടപെടണമെന്ന്. മനസ്സിലായില്ല? അതാ മുമ്പ് പറഞ്ഞതേ, ക്രമം വേണ്ട, ഒരു ഓർഡറേ. അപ്പോഴാ മനസ്സിലായത്, ഭൂമിയിലെ സകല മനുഷ്യനും ദൈവാത്മാവിൽ ക്രിസ്തുവിൽ മരിച്ചവൻ മണ്ണടിഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ടുപോകണമെങ്കിൽ ക്രമമുള്ളൊരുവൻ ഉയരത്തിൽ നിന്ന് വന്ന് അവൻ ഇടിച്ച് തകർന്ന് ധാരധാരയായി തൻ്റെ രക്തമൊഴുക്കി പകരം ബലിയായി തന്നെ അർപ്പിച്ചത് എന്തിനാ? നമ്മെ ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിക്കാൻ. എവിടെയാ തോറ്റ, എവിടെയാ മരണം വന്ന് ആ മണ്ണിൽ നിന്ന് ഉയർക്കാൻ. ഇതും ഇയ്യോബ് മുന്നമേ എഴുതി വെച്ചു, ഇങ്ങനെ എൻ്റെ പ്രാണൻ നശിച്ച്, എൻ്റെ ശരീരം നശിച്ച് ഞാൻ മണ്ണോട് മണ്ണ് ചേർന്നാൽ ഏദോമിലെ ഒരു ചുണ്ണാമ്പ് പാറയിൽ വെട്ടിയ കല്ലറയിൽ നിങ്ങൾ എന്നെ കൊണ്ടടക്കും, എൻ്റെ ശരീരം മണ്ണോട് മണ്ണാകും, അവിടം കൊണ്ട് ഞാൻ തീരുവെന്ന് കരുതരുത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ വന്ന് നിൽക്കും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ദേഹസഹിതനായി ഞാൻ അവൻ്റെ മുഖം കാണും. അതാണ് ഭക്തൻ്റെ പ്രത്യാശ. അതുകൊണ്ട് ഈ ക്രമത്തെ, ക്രമരാഹിത്യത്തെ ക്രമം കൊണ്ട് നേരിട്ട സർവശക്തന്റെ പുത്രനാ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ജഡമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വന്ന ദൈവകുഞ്ഞാടായവൻ. അതുകൊണ്ട് ക്രൂശിൽ ക്രിസ്തുയേശു മരിച്ചത് എന്തിനാ? നമുക്ക് ക്രമമുളവാക്കി നമ്മെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തോട് ഏകീഭവിപ്പിക്കാൻ. അതുകൊണ്ട്
ഒന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെ നിർത്തട്ടെ. നമ്മുടെ സഹോദരങ്ങൾ നല്ല പാട്ടൊക്കെ പാടും. ഈ പാട്ടിൽ ചില പാട്ട് നമുക്ക് സ്വർഗത്തിലും കൊണ്ടുപോകുന്ന പാട്ടാണ്. അവിടെയും പാടാം, അർത്ഥമുള്ള പാട്ടുകൾ അവിടെ പാടാം. ഭൂമിയിൽ വെച്ച് തീർക്കേണ്ട പാട്ടുണ്ട്. ഉദാഹരണം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും വാക്യമാണെങ്കിലും സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിക്കിത് പാടാൻ പറ്റുമോ? പാടിയാൽ നമ്മൾ സമ്മതിക്കും. നമ്മൾ പറയലേ എന്തുകൊണ്ടും പോയി പാടുന്നത്, അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങ് വന്നെന്നു. അതുകൊണ്ടാണ്, പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? പല പാട്ടും ഇവിടെ വേണ്ട. പക്ഷെ നമ്മളിരുന്ന് പാടുമ്പോൾ സ്വർഗത്തിലെ ഗാനങ്ങൾ, സ്വർഗീയ അനുഭവങ്ങളൊക്കെ പാടുമ്പോൾ ഒരു വലിയ പ്രത്യാശ വരത്തില്ല. യെരൂശലേമൻ നിമ്പ വീടേ എന്നൊക്കെ പാടുമ്പോൾ ഒരു വലിയ പ്രത്യാശ, ഒരു സന്തോഷം വരത്തില്ലേ? എന്നാലേ സ്വർഗീയ ജീവികളുണ്ട്. ആ സ്വർഗീയ ജീവികളുടെ സന്തോഷം സ്വർഗത്തെക്കുറിച്ച് പാടുന്നതിലല്ല. അവരുടെ ഏറ്റവും വലിയ ആനന്ദം കോടാനുകൂടി യുഗങ്ങൾ കഴിഞ്ഞാലും അവർ പാടുന്നത് ഭൂമിയിൽ നിന്ന് വന്ന നമ്മുടെ പാട്ടാണ്. മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ അവരും പ്രകീർത്തിച്ച് പാടുന്നൊരു പാട്ട് ഭൂമിയിൽ നടന്നൊരു സംഭവമാണ്. എന്താണെന്നറിയണ്ടേ? ക്രൂശീകരണം. അത് സ്വർഗത്തിലും പാടുമെന്ന് ക്രൂശീകരണം. സംശയമുണ്ടോ? 24 മൂപ്പന്മാരും 4 ജീവികളും ആ സ്വർഗീയ ജീവികൾ ചേർന്ന് പാടുന്ന പാട്ടെന്താണെന്നറിയണ്ടേ? അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെയും സ്വർഗമാക്കുന്ന ഘടകമാ കാൽവരുടെ കൊലമരത്തിൽ സംഭവിച്ച പ്രായശ്ചിത്ത യാഗമെങ്കിൽ ഇന്ന് രാത്രി ആ യാഗത്തിൽ ഹൃദയംഗമായി വിശ്വസിച്ചിട്ട് നമുക്കവൻ്റെ പാതാരവിന്ദങ്ങളിൽ ചെന്നിട്ട് ഈ പത്മോസിൽ കിടന്നുകൊണ്ട് നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവനെ എതിരേൽക്കാൻ വാനവിരവിൽ കടന്നു പോകാൻ സമർപ്പിതരായി ഇന്ന് രാത്രി പിരിയാം.